അധികാരത്തിന്റെ രാഷ്ട്രീയ വേദിയിലേക്ക് ചുവട് വെച്ച ദളപതി വിജയയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് തമിഴക വെട്രി കഴകം ആശങ്കയിലാണ്. കരൂർ റാലിയിൽ നിയന്ത്രണം വിട്ട ജനക്കൂട്ടം സൃഷ്ടിച്ച തിക്കിലും തിരക്കിലും പെട്ട് 40 പേരുടെ ജീവനാണ് നഷ്ടമായത്. സിനിമയിൽ ഹീറോ ആയ നായകൻ ജീവിതത്തിൽ തന്റെ ആരാധകരുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാതെ പോയ ഭരണപരമായ പരാജയത്തിന്റെ പ്രതീകമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കരൂരിൽ വിജയെ കാണാനായി 10,000 എത്തിയത്. ഏകദേശം 30,000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 1,00,000-ലധികം ആളുകൾ എത്തിയതായി പോലീസിന്റെ വിലയിരുത്തൽ. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം വിജയ് 7 മണിക്കൂറിലധികം വൈകി വേദിയിലെത്തിയത് ജനക്കൂട്ടത്തെ കൂടുതൽ അസഹിഷ്ണുതയിലാക്കി. രാത്രി 7:30 വിജയ് പ്രചാരണ വാഹനത്തിന്റെ മുകളിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങിയതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി. പ്രിയ താരത്തെ ഒരു നോക്ക് കാണാനെത്തിയ ആരാധകർ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഉന്തും തള്ളിലും നിരവധി പേർ വീണു. സ്ത്രീകളും കുട്ടികളും നിലത്ത് മരിച്ചു വീഴുമ്പോൾ കരൂർ മൈതാനം ഒരു മരണക്കളമായി മാറി. ആംബുലൻസുകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു. സംഭവത്തിന് പിന്നാലെ വിജയ് സോഷ്യൽ മീഡിയയിൽ അനുശോചന സന്ദേശം നൽകി തന്റെ ഹൃദയം തകർന്നുവെന്നും വാക്കുകൾക്ക് അതീതമായ വേദനയിലാണെന്നും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എന്നിവരും ഖേദം പ്രകടിപ്പിച്ചു. വിദേശയാത്രയിലായിരുന്ന ഉദയനിധി സ്റ്റാലിൻ ഉടൻ തന്നെ തിരികെ എത്തി. ഭരണകക്ഷിയായ DMK ദുരന്തത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും TVK'ക്കാണെന്ന് ആരോപിച്ചു. പോലീസിന്റെ നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാത്തതിനാലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പാർട്ടി പ്രവർത്തകർ പരാജയപ്പെട്ടതിനാലുമാണ് അപകടം സംഭവിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ. സുരക്ഷയ്ക്കായി 500-ലധികം പോലീസുകാരെ നിയോഗിച്ചിരുന്നുവെങ്കിലും പ്രാഥമിക ചുമതല പാർട്ടി സംഘാടകരുടേതായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. വിജയുടെ പരിപാടികളിൽ സുരക്ഷാ വീഴ്ച മൂലം മരണങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല. 2024 ഒക്ടോബറിൽ പാർട്ടി ഉദ്ഘാടനം നടന്നപ്പോൾ ഉണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചിരുന്നു. നിലവിലെ ദുരന്തത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ജസ്റ്റിസ് അരുണ ജഗദീശൻ അധ്യക്ഷയായ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷണം വേറെയും നടക്കും. തമിഴ് രാഷ്ട്രീയത്തിൽ നിരവധി താരോദയങ്ങൾ ഉണ്ടായിട്ടിരുന്നെങ്കിലും പലരും പിന്നീട് പിന്തുണ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കമൽഹാസനെ പോലെ രാഷ്ട്രീയത്തിൽ വലിയ പിടിമുറുക്കാൻ സാധിക്കാതിരുന്ന താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിജയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. BJPയെയും DMKയെയും ഒരുപോലെ വിമർശിക്കുന്ന വിജയ് മറ്റു പാർട്ടികൾക്ക് ഭീഷണിയായിരുന്നു. അതിനാൽ തന്നെ ദുരന്തത്തിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളുടെ മറഞ്ഞ ഇടപെടലുകൾ ഉണ്ടോ എന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. ജനകീയ നേതാവാകുന്ന വഴി എളുപ്പമല്ലെന്നും സിനിമയിലെ വീരനായകന്റെ ലോകത്തു നിന്നും യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ നിലനിൽക്കുന്ന ഭീകര സത്യങ്ങളാണെന്നതും ഈ ദുരന്തം വിജയ് ഓർപ്പിക്കുന്നു. 40 പേരുടെ ജീവൻ നഷ്ടമായ ഈ സംഭവം വിജയുടെ രാഷ്ട്രീയ യാത്രയിലെ മായാത്ത കരിനിഴലായി തന്നെ തുടരും. തമിഴകത്തിന്റെ രക്ഷകനാകാൻ പുറപ്പെട്ട ദളപതിക്കിപ്പോൾ 40 കുടുംബങ്ങളുടെ കണ്ണീരിനു മുന്നിൽ മറുപടി നൽകേണ്ടി വരുന്ന അവസ്ഥയിലാണ്.